നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ കല്ലറ തുറന്നുള്ള പരിശോധനയിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. സബ് കളക്ടർ പോലീസിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടി. ഇന്ന് ലഭിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും തുടർ നടപടി. വിവരങ്ങളുമായി സൂര്യഗായത്രിയുണ്ട്. സൂര്യ, ഈ നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ കല്ലറ തുറന്നുള്ള പരിശോധന ഇന്നുണ്ടാകുമോ? ഇന്നുണ്ടാകുമെന്നതാണ് ഇന്നലെ ലഭിച്ച വിവരങ്ങൾ. അതായത് നാട്ടുകാരും അതുപോലെ തന്നെ ഒപ്പം ബന്ധുക്കളും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സമാധി അത് അവിശ്വസനീയമാണ് എന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മക്കൾ പറയുന്നതിലൊക്കെ തന്നെ ഒരു അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ പരാതി നൽകുന്നതും നാട്ടുകാരാണ്. അതിനുശേഷമാണ് ഈ ബന്ധു ഈ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി ഈ സ്വാമി ഒറ്റയ്ക്ക് നടന്നുപോയി സമാധിയായി എന്നുള്ളതാണ് മകന്റെ മൊഴിയിൽ പറയുന്നത്. അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ കണ്ടു എന്നുള്ളത് ബന്ധുവിന്റെ മൊഴിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് വയ്യാതെ കിടപ്പിലായിരുന്നു വീട്ടിൽ എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ബന്ധുവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉള്ള പരിശോധന അത് കല്ലറ പൊളിച്ച് ആ മൃതദേഹം അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും മരണകാരണം എന്താണെന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഇതൊരു കൊലപാതകമാണോ അതോ രോഗകാരണത്താൽ മരണം സംഭവിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയും. എന്തായാലും ഈ വിഷയങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ചുമതല സബ് കളക്ടറിനാണ് നൽകിയിരിക്കുന്നത്. സബ് കളക്ടർ ഇന്നലെയാണ് പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവനായിട്ടുള്ള റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ തഹസിൽദാറിനോടും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 റിപ്പോർട്ടും ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടി അത് സ്വീകരിക്കണമെങ്കിൽ ഈ കല്ലറ പൊളിക്കുകയും അതിനകത്ത് മൃതദേഹമുണ്ടെന്ന് പരിശോധിക്കുകയും അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളായിരിക്കും പോലീസിന്റെയും തഹസിൽദാറുടെയും റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത നീക്കമായിട്ട് ഉണ്ടാവുക. ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടനടി തന്നെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം ഇദ്ദേഹത്തെ അപായപ്പെടുത്തിയതാകാം, മക്കൾ അപായപ്പെടുത്തിയതാകാം എന്നൊരു സംശയം നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ നമ്മൾ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത ഒരാൾ നടന്നുപോയി സമാധിയായി എന്ന് മകൻ തന്നെ പറയുന്നു. സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ്, സമാധിയായി എന്നൊരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. ഇതൊക്കെ തന്നെ കേട്ടുകേൾവിയില്ലാത്ത അവിശ്വസനീയമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് നാട്ടുകാരുടെ പരാതിയുടെയും ബന്ധുവിന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത നീക്കം ഈ സമാധി പൊളിക്കൽ, ഈ കല്ലറ പൊളിക്കൽ തന്നെയാണ്. അതിന്റെ നീക്കങ്ങളാണ് ഇനിയിപ്പോൾ നടത്തേണ്ടതായിട്ടുള്ളത്. അതിന് ഈ തഹസിൽദാറുടെയും പോലീസിന്റെയും റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും സബ് കളക്ടറുടെ നിർദ്ദേശത്തിൽ അടുത്ത നടപടി ഉണ്ടാവുക. തീർച്ചയായും സൂര്യഗായത്രി, വാർത്തയുടെ വിവരങ്ങൾ സൂര്യയാണ് നൽകിയത്.